ഇനി ഇവിടെ ബാബരി മസ്ജിദിന്റെ വിഷയം വന്ന സമയത്ത് അതിൽ ആ എക്സ്കവേഷനൊക്കെ നേതൃത്വം കൊടുത്ത കെ മോഹമ്മദ് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അത് പറഞ്ഞപ്പോൾ വലിയ വിഷയമായി. ഇന്ത്യ ഇന്നും ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇന്ത്യ ഒരു ഹിന്ദു മെജോറിറ്റി രാജ്യമായതുകൊണ്ടാണെന്നാണ് പറഞ്ഞു വെച്ചത്. അത് നമ്മൾ പറയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഹിന്ദു മതത്തിലേക്ക് കൂട്ടിക്കെട്ടാനായിരിക്കും നിങ്ങൾക്ക് തോന്നുക. അല്ല, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദു മതത്തിൽ പല പ്രശ്നങ്ങളും നമ്മളിവിടെ എടുത്ത് പറയും. എന്ന് വെച്ചാൽ ഇപ്പോൾ ജാതി വ്യവസ്ഥിതി നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇത് ആ മതം അവർക്ക് മതത്തിൽ ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ലഭിക്കുന്ന ചില ഒരു രീതികളുണ്ട്. ആ രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഒരു പോളിതീസ്റ്റിക് ആയിട്ടുള്ള ഒരു റിലീജിയൻ ആയതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ട്. അതായത് ഓൾറെഡി 30 കോടി ദൈവങ്ങളുള്ള ഒരു നാട്ടിലേക്ക് ഒരു അള്ളാഹു കടന്നു വന്നാൽ അവരെ സംബന്ധിച്ചാൽ ഓക്കെ വന്നോ കസേരട്ടോ ഇരുന്നോ, അതെ ഒരു ഗോപൻ സ്വാമി അടുത്ത് നെയ്യാറ്റിങ്കര ഗോപൻ അല്ലേ, അവർ +1 അത്രയേ ഉള്ളൂ. അതേസമയം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അങ്ങനെയല്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് നോ ഡെമോക്രസി ഓൺലി ഇസ്ലാം എന്നാണ് പറയുന്നത്. അതായത് ഡെമോക്രസി എന്ന് എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത് അതിനെ റിപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് അവർ ഇസ്ലാമിനെ പ്രതിഷ്ഠിക്കുന്നത്. ഒരു ഹിന്ദു രാഷ്ട്രം എന്ന നിങ്ങൾ കൺസെപ്റ്റിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവിടെ അതല്ല സംഭവിക്കുന്നത് എന്നുള്ളതാണ്.